ഉന്നം തെറ്റിയതല്ല. കൊല്ലാനും കൊലയ്ക്ക് കൊടുക്കാനും വേണ്ടിയല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അവന് നീ എല്ലാരും കൊണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിക്ക. അത് നിനക്കാണോ ഭ്രാന്ത്? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോ നീ എന്തിനാ എന്നെ ഭയക്കുന്നത്? അവൻ എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? നീ എന്തോ അതിഭയങ്കരമായ തെറ്റ് ചെയ്തിട്ടുണ്ട്. പറ, എനിക്കത് അറിയണം. പറയടി, അവന് നീ എന്നിൽ നിന്ന് എന്താ ഒളിച്ചു വെക്കുന്നത്? പറ, എനിക്കത് അറിയണം. എന്ത് കുറ്റാ നീ ചെയ്തത്? പറയാൻ. എന്നെ സ്നേഹിച്ച ഒരാളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ ചെയ്ത കുറ്റം. എനിക്കറിയാം. വേണുവിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്യാമിനെ കരുവാക്കായിരുന്നില്ലേ? അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴൊക്കെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഓടി വന്നവനല്ലേ ശ്യാം? നിന്റെ കരിയറിന് വേണ്ടി വേണുവുമായി ഏറ്റുമുട്ടിയവനല്ലേ ശ്യാം? ഇനി കളിക്കളത്തിലേക്കില്ലെന്ന മട്ടിൽ നീ വലിയ ത്യാഗം കാണിച്ചപ്പോ നിന്നെ പിന്തിരിപ്പിച്ചത് ആരാ? ശ്യാമല്ലേ? ഒരു കത്തിമുനയിൽ നിന്ന് അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ലേ? നിന്റെ അങ്കിൾ അവനെ നിന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ട് അവൻ പിന്മാറിയോ? കൂടിറങ്ങി ചെല്ലുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ച നീ ഒടുവിൽ എന്താ ചെയ്തത്? അവനെ ചതിച്ചു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം നേരാ. എല്ലാം എന്റെ അനുഭവം തന്നെയാ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ശ്യാമിനെ എനിക്കറിയില്ല. എന്നെ സ്നേഹിച്ചത് ശ്യാമല്ല, സണ്ണിയ. സണ്ണിയുടെ നേർക്ക ഞാൻ ജനലടച്ചത്. സണ്ണിയോ? ഏത് സണ്ണി? ടെന്നീസ് കോർട്ടിന്റെ പരിസരത്ത് വെച്ചാണ് ഞാനും സണ്ണിയും പരിചയപ്പെടുന്നത്. പല കാര്യങ്ങളിലും ഞാനും സണ്ണിയും ഒരുപോലെയായിരുന്നു. രണ്ടുപേരും അനാഥർ. സണ്ണി ജന്മം കൊണ്ടും ഞാൻ വിധി കൊണ്ടും. ഞാനും സണ്ണിയും പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാൻ വേണ്ടതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നില്ല. അമ്മാവനും അമ്മായിയും വേണു എന്നെ മനസ്സിലാക്കിയില്ല. എന്നെ ചൊല്ലി വേണുവും സണ്ണിയുമായുള്ള വഴക്കുകൾ നിത്യസംഭവങ്ങളായി മാറി. ഇതിനിടെ അമ്മാവൻ സണ്ണിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിനക്ക് കേറി കിടക്കാൻ ഒരു വീടുണ്ടോ? സണ്ണി എന്നൊരു പേരുണ്ടെന്നല്ലാതെ നീ ഏത് കാസ്റ്റിൽപ്പെട്ടവനാണെന്ന് നിനക്കറിയോ? ആരാ നിന്റെ അച്ഛൻ? അമ്മ ആരാ? ചൂണ്ടിക്കാണിക്കാൻ ആരാ ഉള്ളത്? കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരുത്തന്റെ കൂടെ തറവാട്ടി പറഞ്ഞവരാരും പെണ്ണിനെ പറഞ്ഞു വിടില്ല. ചങ്കൂറ്റത്തോടെ നിന്നെ കൊണ്ടുവരാനാ വന്നത്. സണ്ണിയെ ഞാൻ വെറുത്തിട്ടില്ല. പക്ഷേ സ്നേഹിച്ചിരുന്നോ? എനിക്കറിയില്ല. സണ്ണി എനിക്ക് വേണുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിരുന്നു. ആ വഴിയിലൂടെ കുറെ ദൂരം പോയപ്പോ സണ്ണി എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു തോന്നിയപ്പോ സണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ തിരിച്ചു നടന്നത്, വാതിലടച്ചത്. ഈ സത്യമെല്ലാം സണ്ണിയോട് പറയാൻ, സണ്ണിയെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഹലോ, ഞങ്ങൾ സണ്ണിയുടെ ഫ്രണ്ട്സ് ആണ്. ഓ, സണ്ണി എവിടെയുണ്ട്? എനിക്കൊന്ന് കാണണം, കണ്ടേ പറ്റൂ. മായയെ വിളിച്ചോണ്ട് വരാൻ അവനെ ഞങ്ങളെ വിട്ടത്. മായയെ കാണാത്തതുകൊണ്ട് അവനാകെ വട്ടളയിരിക്കുക. ഓക്കെ, കം. എന്താ ഇവിടെ? സണ്ണി, സണ്ണി മുകളിലുണ്ട്. ഗോ. സണ്ണി,
സണ്ണി സണ്ണി ഏയ് സണ്ണി അവളെ വിട്ടേ. ഇന്ന് മാത്രം നിനക്ക് എന്താടാ? അവൾ സണ്ണിയുടെയാ. പ്രസാദ്, ഞാൻ പറയുന്നത് കേൾക്കാം. പ്രസാദ്, no! പ്രസാദ്, പ്രസാദ്, ഞാൻ മായ വിടാനാ പറഞ്ഞത്. പ്രസാദ്, no! ഞാൻ പറയുന്നത് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്ക് സണ്ണി. സണ്ണി, no! സണ്ണി, സണ്ണി, please, സണ്ണി, പ്രസാദ്, മായാണ് പറഞ്ഞത്. സണ്ണി, 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 പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് സണ്ണി. പ്ലീസ്, സണ്ണി, 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 ഞാൻ പറയുന്നത് കേൾക്ക് സണ്ണി. സണ്ണി, സ്റ്റോപ്പ് ഇറ്റ്. കള്ളം, കള്ളക്കഥയാ നീ പറയുന്നത്. എന്റെ സിമ്പതി കിട്ടാൻ ശ്യാമിനെ പോലെ തന്നെ നീയും ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്. എന്തിനോ? അപ്പോൾ സണ്ണിയെ കൊന്നത് ശ്യാമാണെന്ന് ഞാൻ വിശ്വസിക്കണം? നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ ശ്യാമും ഫ്രണ്ട്സും അങ്ങനെ വിശ്വസിച്ചിരിക്കുക. My God. സണ്ണിയെ കൊന്നത് അവരല്ല, വേറെ ആരുമാണ്. ഐ എം ഷുവർ. പക്ഷെ സാക്ഷിയായി പോയതുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്യാമു ഫ്രണ്ട്സ് എന്റെ പിന്നിലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെ കൊല്ലും. ഒരിക്കലും അത് നടക്കരുത്. എന്റെ ശ്യാം അത് ചെയ്യരുത്. അവനൊരു കൊലപാതകം. എന്റെ കളരിത്തറയെ വളർന്നവനാണ് അവൻ. അവനെ എനിക്ക് രക്ഷിക്കണം. വഴിതെറ്റിപ്പോകുന്നൊരു കുഞ്ഞാടാണ് അവൻ. അവനെ തേടിപ്പിടിച്ച് തോളിലേറ്റിക്കൊണ്ടുവരേണ്ട ഇടയനാണ് ഞാൻ. അവനെ തിരിച്ചു കിട്ടുന്നത് വരെ എന്റെ മനസ്സ് എടുത്തു ചാടി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് മുൻപ് എന്നോടൊന്ന് ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ അവളെ തടഞ്ഞു നിർത്തി നേരത്തെ ഇവൻ അവളെ കുത്തിമലത്തി വെച്ച് വലിയാമായിരുന്നു. സർവ്വ പ്ലാനും നശിപ്പിച്ച് നാണമല്ലടാ നിനക്കൊക്കെ ന്യായം പറയാൻ. മുറിക്കുള്ളിട്ട് അവളെ തട്ടിക്കൊള്ളുന്ന വീമ്പിളക്കി വെച്ച് നിങ്ങളൊക്കെ എന്ത് തെമ്മാടത്തരാ കാണിച്ചത്? നീ നിന്ന് മൂപ്പിക്കാതെ. അവള് നിന്റെ കയ്യിൽ കിട്ടിയിട്ട് നീ എന്നെ കോപ്പാറാ ചെയ്തത്. വർഗീസിനെ ഇതിൽ കൂട്ടി തൊടിക്കാൻ തോന്നിയത്
നിന്റെയൊക്കെ കഷ്ടകാലം കൊണ്ടാ. അതൊരിക്കലും സംഭവിക്കരുതായിരുന്നു. ആശാൻ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഈ ആശാന്റെ അടുത്ത് ഞങ്ങൾ ചെന്നതാ. അപ്പൊ പുല്ല് പോലെ ഞങ്ങളെ കൈയൊഴിഞ്ഞത്. അതിന് കാര്യമുണ്ട്. നിങ്ങളോട് കൊല്ലാൻ ആര് പറഞ്ഞു? പിന്നെ ഞാൻ തീരെ സഹായിച്ചില്ലെന്ന് പറഞ്ഞാ അത് തന്തയില്ല അഴിയ. ഒരു കൊലപാതകം ഇരു ചെവി അറിയാതെ കാർ ആക്സിഡന്റ് ആക്കി മാറ്റിക്കൊടുത്തത് സഹായല്ലേ? അല്ലേ? പിന്നെ അതിന്റെ ദൃക്സാക്ഷിയെ കൊല്ലാനായിട്ട് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിനെന്നെ കിട്ടുകയല്ലെന്ന് ഞാൻ പറഞ്ഞതാ. അങ്ങനെ കൈയൊഴിഞ്ഞത് സത്യം തന്നെ അല്ലേ? പിന്നെ ഈ ഘട്ടത്തിൽ ഞാൻ ഇടപെടാൻ തീരുമാനിച്ചത് വേറൊന്നും കൊണ്ടല്ല. വർഗീസിന്റെ കയ്യിൽ നിങ്ങൾ സംഗതി കൊണ്ട് എത്തിച്ചത് കൊണ്ടാ. ഇനി തിരിഞ്ഞും പറഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവളെയും വർഗീസിന്റെ സ്ഥാനത്ത് ഞാനാണ് എന്നെ തട്ടിയത്. ബാക്കി കാര്യം ഈ ഡിക്രൂസ് നോക്കിക്കോളും അല്ലേ? പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു. ആത്മഹത്യയിൽ നിന്ന് മായയെ രക്ഷിച്ച പോലെ കൊലപാതകത്തിൽ നിന്ന് ശ്യാമിനെ എനിക്ക് രക്ഷിക്കണം. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ശ്യാമിനെ അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കൊല ചെയ്ത് കുറ്റവാളിയാകും. അത് സംഭവിക്കരുത്. സത്യം പറഞ്ഞാൽ മായയെ തിരിച്ചു കൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഐ എം ഹെൽപ്ലെസ്. ഞാൻ ഇവിടെ നിന്നേ പറ്റൂ. പക്ഷേ ഞാൻ എങ്ങനെ തിരിച്ചു പോവും? പോണം. ശ്യാമിനെയും ഫ്രണ്ട്സിനെയും മായ പേടിക്കണ്ട. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും മായയെ തൽക്കാലം എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. പക്ഷെ ഞാൻ നോ, ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. എല്ലാം തൻ്റെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. മിസ്റ്റർ വർഗീസ്, ദേ ഇവിടെ ഒന്ന് സൈൻ ചെയ്തേരെ. ജസ്റ്റ് എ ഫോർമാലിറ്റി. ഈ ലെറ്റർ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുത്താൽ മതി. ദേ വിൽ മാനേജ് എവറിത്തിങ്. ഓക്കെ? താങ്ക് യു. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഐ എം സോറി. പ്ലീസ്. ഇനി സൂയിസൈഡ് ചെയ്യാനോ മറ്റോ തോന്നിയാൽ നമ്മൾ വീണ്ടും കാണില്ലേ? കാണും. കാണാം. മാഡം പോവാം. ഓക്കെ, ബൈ. ബൈ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങട്ടെ സാർ. വർഗീസേ, അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാ? ചെറിയൊരു ഫോർമാലിറ്റിയും കൂടെ ഉണ്ട്. കയറി വാ. വാ. ഇപ്പൊ ഇവിടെ നിന്ന് പോയ ചരക്കിന് നീ എത്ര ദിവസം കൈ വെച്ച് അനുഭവിച്ചു? സാർ, എനിക്ക് വെറും ഒരു താങ്ക്സ് തന്നിട്ട് നീ എങ്ങോട്ടാണോ പോകാൻ പോണേ? സാർ, നിനക്ക് അങ്ങനൊന്നും പോകാൻ പറ്റില്ല. നീ ഇവിടെ കിടക്കണം. ഹെഡ് ക്വാർട്ടേഴ്സിന് റിലീസ് ചെയ്യാൻ പറയാതെ നിനക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായോ? നടന്നതൊക്കെ സാറിനോട് പറഞ്ഞു. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ? ഐ എം സോറി. സോറി. നിന്റെ കൊന്നുകളയും ഞാൻ, റാസ്കൽ. നിന്റെ അമ്മയുടെ ഒരു കളരി. ശ്യാമാണ് സാർ. എന്താ? നീയൊക്കെ സുഹൃതം ചെയ്തവന്മാരാ. തേടിയ വള്ളി കാലി ചിറ്റി എന്ന് പറഞ്ഞ പോലെ അവനും അവളും എന്റെ കസ്റ്റഡിയിൽ തന്നെ വന്ന് വീണു. അല്ലല്ല, ഇങ്ങോട്ട് വന്നു. അവളെ ഞാൻ പോലീസുകാരുടെ അകമ്പടിയോടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിരിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സിലേക്കോ? സാർ എന്ത് പണിയാ കാണിച്ചേ? എനിക്ക് എന്റെ തൊപ്പി തെറിക്കാതെ നിന്നല്ലേ കളിക്കാൻ പറ്റൂ. വകുപ്പനുസരിച്ച് എന്റെ വശം ക്ലീൻ ആണേ. ഇനിയുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോണം. സാർ ഒന്ന് തെളിച്ചു പറയൂ. ഹെഡ് ക്വാർട്ടേഴ്സിൽ അവൾ എത്താൻ പാടില്ല. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മിടുക്ക് കാണിക്കണം.
ആര്? നമ്മുടെ കളരിക്കാരനോ? അവൻ ഇവിടെ നനങ്ങത്തില്ല. അവളെ തട്ടിക്കളഞ്ഞ അതും കൂടി ഇവന്റെ പെടലേക്ക് വെക്കാം. ഓക്കെ, വി ആർ റെഡി. എടാ തച്ചോളി, സണ്ണിയെ കൊന്നതും ദൃക്സാക്ഷിയായ മായയെ കൊന്നതും ആരാന്ന് നിനക്കറിയാവോ? വേറെ ആരുമല്ല, അത് നീയാണെന്ന് ഞാൻ വരുത്തും. ഹലോ അശ്വനെ, ഇത് ഞാനാ. സംഗതിയാകെ പൊളിഞ്ഞു. അവൾ വീണ്ടും വർഗീസ് മാഷിന്റെ കയ്യിലായി. അതും ഫെയിലർ ആയെങ്കിൽ ഇനി ഇടംബലം നോക്കരുത്. ഷൂട്ട് ബോത്ത് സൈഡ്. മാഷെന്നും മാങ്ങാത്തൊലിയെന്നും പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ നോക്കരുത്. കണ്ണ് കണ്ട അപ്പ തട്ടിയേക്കണം രണ്ടിനെയും. പിന്നെ നമ്മുടെ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടുന്നെങ്കിൽ വേഗം വിട്ടേക്കണം. എന്നാ പറ്റി? ആ രാജപണിക്ക് വന്നതിന് ശേഷം അവൾ അവന്റെ പുറകെ നടക്കുക. വല്ല ഒപ്പിച്ചാലോ? നീ പേടിക്കണേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനെ അബദ്ധമൊന്നും പറ്റിയല്ല. എന്നാലും ആ വർഗീസ് എങ്ങാനും അറിഞ്ഞ അവനോട് പാമ്പറ. അല്ലേ? നിങ്ങൾക്ക് ഇത് എന്നാ പറ്റി? എന്നാ പറ്റുന്നോ? അവനെ നമ്പാൻ പോയത് എനിക്ക് പറ്റിയ തെറ്റ്. എന്നേക്കാ ബുദ്ധി നമ്മുടെ മോക്കുണ്ട്. നമുക്ക് യോജിച്ച ഈ പണിക്കര് തന്നെ. ഞാനും കുറെ ദിവസമായിട്ട് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി നോക്കുമായിരുന്നു. ഇവനും തറവാട്ടുകാരൻ തന്നെയാ. മതിലൊരു കോശി പണിക്കര മോനല്ലയോ? നമ്മുടെ ആനയുടെ കരുത്ത് മിന്നി കിട്ടിയ എന്നാ ഇപ്പൊ കുഴപ്പം? രാജൻ പണിക്കരും ആണായിട്ട് തന്നെ പറഞ്ഞവനാ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് ചേക്കേറുമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ അവരിവിടെ വന്നേക്കും. വരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കഷ്ടം, ആ കുട്ടികളെ ആരോ കരുക്കളാക്കി കളിക്കുകയാണ്. ഡെഫിനറ്റായിട്ടും ഇതിന്റെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ട്. എന്റെ ഉത്തരവാദിത്വം ഇപ്പൊ കൂടി വരികയാണ്. മായേശാവിനെ രക്ഷിച്ചാൽ മാത്രം പോരാ, നിങ്ങളെ വെച്ച് മുതലെടുക്കുന്ന റാക്കറ്റ് എനിക്ക് പൊളിക്കണം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മായ തിരിച്ചു പോയേ പറ്റൂ. പ്ലീസ്. ഹലോ മിസ്റ്റർ മാധവൻ തമ്പി, പ്ലീസ്. സംശയിക്കണ്ട. ഐ വോണ്ട് ഗോ. ഞാൻ പോവില്ല.
ഒരു തവണ നമ്മളെ യാത്ര പറഞ്ഞ് പിരിഞ്ഞതാ. അപ്പോഴും എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഞാൻ സഹിച്ചു. പോയി. പിന്നെ രക്ഷിക്കാൻ നിങ്ങൾ തന്നെ വേണ്ടി വന്നു. ഇനി എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട. ഞാൻ പോവില്ല. എനിക്ക് വേറൊരിടത്തും കിട്ടാത്ത സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. ഐ ഫീൽ സേഫ് ഹിയർ. ഞാൻ ഫ്രഷ് ആയി ഡ്രസ് ചേഞ്ച് ചെയ്ത് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാ. കളരിപ്പയറ്റ് മത്സരം. അനാഥമന്ദിരത്തിന്റെ ധനശേഖരണാർത്ഥം ഈ വരുന്ന ഏപ്രിൽ 14 തീയതി വൈകിട്ട് 4 മണിക്ക് പീരങ്കി മൈതാനത്ത് വെച്ച് കളരിപ്രസ്ഥാനത്തിന്റെ രോമാഞ്ചവും ഇതിഹാസവുമായി മാറിയ തച്ചോളി വർഗീസും മതിലൂർ രാജൻ പണിക്കരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. Is this real? അതോ ഫെയറി ടെയിൽസിലെ ക്യാരക്ടേഴ്സോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? വിശ്വസിക്കണം. നമ്മളിപ്പോ ഏത് ലോകത്താ? നമ്മളിപ്പോൾ പാടിപ്പതിഞ്ഞ പാണമ്പാട്ടുകളിലെ പഴങ്കഥകളിൽ എവിടെയോ ആണ്. സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ, മിന്നൽ മേഘ കച്ച കെട്ടി തകതി മൃദോ, നാടുവാഴി തമ്പുരാനും മേലെ വാഴും ചേകവന്മാർ വാതൊടുക്കും കേളി കേൾക്കാം തിമിതകതോ തകതി മൃദോ. സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ, മിന്നൽ മേഘ കച്ച കെട്ടി തകതി മൃദോ. പരിവാരം മറതീർക്കും പടിമേലുണ്ടേ, മുടിമേലെ കൊടിയാട്ടും കുഞ്ചുണ്ണൂലി, കൊഞ്ചി പഴംപാട്ടും മൂടി, ഇടിവാളും തോൽക്കും മിഴി രണ്ടും വീശി, അവൾ തിമിർതകതോ. സൂര്യനാളം പൊൻവിളക്കായി തിമിർതകതോ, മിന്നൽ മേഘ കച്ച കെട്ടി തകതി മൃദോ. നാടുവാഴി തമ്പുരാനും മേലെ വാഴും ചേകവന്മാർ വാതൊടുക്കും കേളി കേൾക്കാം തിമിതകതോ തകതി മൃദോ. ആറാട്ടും പൂരോ വേലെ കാണാതായോ, ചെന്തല്ലൂർ പോലും വാഴും ചെറുവാൽ കിളിയേ, പൊന്നാന ചന്തം കണ്ടും ചമയം കണ്ടും പഞ്ചാരി കൂറായി നെഞ്ചിൽ പടരാൻ വായോ, തുളുനാട്ടിൽ പായും പടയോട്ടം കാണാം, ഉറുമിത്തും വേൽക്കും സീൽക്കാരം കേൾക്കാം, തച്ചോളിപ്പട്ടും വളയും മുറയായി വാങ്ങാം തകതിന്തത്തി മൃതകതോ. സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ, മിന്നൽ മേഘ കച്ച കെട്ടി തകതി മൃദോ. നാടുവാഴി തമ്പുരാനും മേലെ വാഴും ചേകവന്മാർ വാൾ തൊടുക്കും കേളി കേൾക്കാം തിമൃതകതോ തകതി മൃദോ. സൂര്യനാളം പൊൻവിളക്കായി തിരുതകതോ, മിന്നൽ മേഘ കച്ച കെട്ടി തകതി മൃദോ.
ശ്രീരംഗ മൈതാനത്ത് ഏപ്രിൽ 14 നടക്കുന്നു. കളരി പ്രസ്ഥാനത്തിന്റെ പരമാചാര്യനായിരുന്ന പരേതനായ നടുവിലേക്കുന്നിൽ കളരി ഗുരുക്കൾ അഗസ്റ്റിൻ നിങ്ങളെ ഈ നേരത്തെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പരസ്പരം വഴക്കുണ്ടാക്കാനല്ല. മേനകായെ പോലെ കുഴഞ്ഞാടി എന്റെ മോനെ വശീകരിക്കാൻ നടന്നത് ആരാ? തന്റെ മോളാ. അതിന് അവളെ വേഷം കെട്ടി ചിറകിയും വെച്ച് ഇപ്പൊ കൈമലത്തെ കാണിക്കാൻ തനിക്ക് നാണോ ഇല്ലയോടോ? അയ്യോ എലിയാമേ പതുക്കെ, ഇത് പള്ളിപ്പറമ്പ. നിന്റെ മോനെ ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കാൻ അവന് രായം പണിക്കരൊക്കെ എന്നാ യോഗ്യത അടിയുള്ളത്? അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? നാട്ടല്ലുണ്ടോടി? നാട്ടല്ലേ? അച്ഛൻ അതിന് വിഷമം അറിയാൻ പാടില്ല. എന്റെ മോൾ ആരിക്കുട്ടി ഒന്നും കണ്ട് മോഹിച്ചിട്ടില്ല. ആ കോന്തന് വേണ്ടി കിടന്ന് തുള്ളിയത്. തുള്ളി അവൾ അങ്ങ് വശം കെട്ടച്ചു. എവനാണോ? തന്റെ മോള് ഇളക്കാരിയാ. അവളെ കെട്ടാൻ എന്റെ വർഗീസിനെ കിട്ടുകയല്ല. അവനേക്കാൾ 7 മടങ്ങിന് യോഗ്യതയുള്ളവനാടി മതിലൂർ കോശിപ്പണിക്കരുടെ മകൻ രായം പണിക്കര്. പണിക്കര് പറ്റും അവനും അവന്റെ അപ്പനും ചുമ്മാ കിട്ടിയൊന്നുമല്ല. എന്താച്ചോ? ശരിയല്ലയോ? ശരിയാ, തീരുമാനിക്കണമെന്നില്ല. നല്ല ഒന്നാന്തരം നസ്രാണികളുടെ ജാത്യോത്കൃഷ്ടവും രാജ്യസേവന നിരതയുള്ളവനാണവൻ. മനസ്സിലായോ? മനസ്സിലായില്ല. അവനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കെട്ടിക്കും. നിന്റെ മോൻ അവിടെ വായി നോക്കിയിരിക്കേയുള്ളൂ. അപ്പനെ പറഞ്ഞാണ്ടല്ല. അപ്പന് പറഞ്ഞാ നീ എന്തോ ചെയ്യും? നിന്റെ കോരവള്ളിയാ പറിക്കും. കോരവള്ളി എടുക്കാൻ വന്നാ നിന്റെ അപ്പന് പറയും. അപ്പോൾ പത്രോസ് അവന്റെ അടുത്തേക്ക് വന്നു. സ്വർഗരാജ്യം നിനക്കുള്ളതാകുന്നു. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഞാൻ ശ്യാമിനെ അന്വേഷിച്ചു വന്നതാ. ഇവിടെ കാണില്ലെന്നറിയാം. മദ്രാസിലുമില്ല. പിന്നെ എവിടെയുണ്ട്? അവനെ കാണാണ്ട് ഞങ്ങളും വിഷമിച്ചിരിക്കുക. ശ്യാമിനെ അന്വേഷിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? ചില കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സംശയം തോന്നുന്ന ചിലരെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, ചോദ്യം ചെയ്യാൻ. കോൾ ഫോർ ശ്യാം. ഹലോ, ശ്യാമാണോ? ഹലോ ഹലോ, എടുത്ത് ഇങ്ങോട്ട് തരും, ഞാൻ സംസാരിക്കാം. ഹലോ, ഇത് ഞാനാണ് വർഗീസ്. വർഗീസേ, നിങ്ങൾ രണ്ടാളും ഒത്തോണ്ട് എന്ത് പണിയായി കാട്ടുന്നേ? അവന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാൻ പറയൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തരിക. വർഗീസേ, ഫോൺ അവന്റെ കൈ കൊടുക്ക്. ഇപ്പൊ ശ്യാമിനെ എന്താ അറിയിക്കണ്ടേ? പറഞ്ഞാ ഞാൻ അറിയിച്ചോളാം. അവൻ അവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ഹലോ, അവനെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വരാൻ എന്താ ഉണ്ടായേ? പോലീസ് അവിടെ വന്നോ? അവൻ എന്ത് തെറ്റാ ചെയ്തേ? ആർക്കും പിടിതരാതെ അവൻ എവിടെ പോയിരിക്കുക? ഏത് കേസിൽ അവൻ പെട്ടിരിക്കുന്നേ? വർഗീസേ, ഇവിടെ ആർക്കും ഒരു മനസമാധാനമില്ല. പേടിക്കണ്ട, ശ്യാമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്ങനെയാ നോക്കാന്ന് എനിക്കറിയില്ല. പോലീസിന്റെ കൈ കിട്ടിയാൽ അതിനു മുമ്പ് എനിക്ക് അവനെ രക്ഷിക്കണം. ഇവനിപ്പോ എവിടെയാ? ആ പെൺകുട്ടി എവിടെ? സണ്ണിയുടെ കൊലപാതകത്തിൽ ഉത്തരവാദികളെന്ന് സംശയിക്കപ്പെടുന്ന 3 ചെറുപ്പക്കാരെ പോലീസ് ഇപ്പൊ പിടികൂടിയത് പൗരസമിതി ഉണ്ടായിട്ടോ നമ്മൾ സമ്മർദ്ദം ചെലുത്തിയിട്ടോ ഒന്നും അല്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു പൗരസമിതി വേണ്ടെന്നാണോ അവറാച്ച മുതലാളി പറഞ്ഞു വരുന്നത്? എന്റെ ലീനസേ, ആ 3 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് മദ്രാസ് പോലീസിന് കൈമാറി കേസ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ഇരുചെവി അറിയാതെ കേസൊക്കെ തേഞ്ഞു വാഞ്ഞങ്ങ് പോകും. ഇപ്പൊ തന്നെ പിടികൊടുക്കാതെ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ട് നടക്കുക. നമ്മുടെ മേലേപ്പാട്ട ശ്യാം. അവനെ ആരോ സംരക്ഷിക്കുന്നുണ്ട്. അത് അന്യായമാണ്, അനീതിയാണ്. വർഗീസളിനെ കൊള്ളിച്ചു പറഞ്ഞതാ. കുറ്റവാളികൾ രക്ഷപ്പെടരുത്. അതിനിവിടെ ഒരു പൗരസമിതി ഉണ്ടായേ പറ്റൂ. ഈ ബുദ്ധി ആവശ്യമൊക്കെ നേരത്തെ വേണ്ടതായിരുന്നു. എന്റെ പരാതി അതാ. അവറാച്ചന്റെ അഭിപ്രായം എന്താ? പൗരസമിതി വേണോ വേണ്ടയോ? എന്റെ അഭിപ്രായം പൗരസമിതി വേണം എന്ന് നാട്ടുകാരെല്ലാം നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് അച്ഛൻ തന്നെ തീരുമാനിച്ചട്ടെ. സണ്ണിയുടെ മരണം കൊലപാതകമാണെന്ന് സൂചിപ്പിക്കപ്പെട്ട നിലയ്ക്ക് കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പൂത്തിടമ്പി മനസ്സിൻ തൊട്ടിലാട്ടി ഞാൻ
താരാട്ടിടാൻ വഴിയും വാത്സല്യമാ രാക്കടമ്പിൽ പകലിൻ തൂവൽ മാഞ്ഞാലും ഞാനില്ലയോ നിഴലായി നെഞ്ചേൽക്കുവാൻ പൂത്തിടമ്പേ പുണ്യാമൃതം നിന്നുൾ കണ്ണിലെ പൊൻതാരാതലം ഞാൻ നിൻ പാട്ടിലെ തീരാസാധകം നിൻ കൈകളാ ഒടുവിൽ തീർത്ഥോദകം പൂത്തിടമ്പേ എനിക്കറിയാം, ഞാൻ കണ്ടതാ. നിങ്ങളാ സണ്ണിയെ കൊന്നത്. നിങ്ങളാ സണ്ണിയെ കൊന്നത്. ഈ ലോക്കറ്റിന്റെ തെളിവ് വെച്ച് ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായ കണ്ണു മറച്ച് വിശ്വസിക്കുകയാണോ? ഞാനാണ് സണ്ണിയെ കൊന്നതെന്ന് മായക്ക് ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ മായക്ക് എന്നെ കൊല്ലാം, എന്നെ പോലീസിൽ ഏൽപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോറി, ഐ എം സോറി. എനിക്ക് അയാൾ അറിയില്ല. എനിക്കറിയില്ല. ഇതുപോലൊരു ലോക്കറ്റ് അതിപ്പോഴും എന്റെ കണ്ണിലുണ്ട്. ഐ എം സോറി.
കൊല്ലെന്നെ. ഷൂട്ട് മീ. ശ്യാം, നീ എന്താ ഇങ്ങനെ? നീ ആരെയും കൊന്നിട്ടില്ല. സണ്ണിയെ കൊന്നത് നീയല്ല, നിന്റെ ഫ്രണ്ട്സും അല്ല. അതറിയാവുന്ന ഏക ദൃക്സാക്ഷിയാ നീ കൊല്ലാൻ നടക്കുന്ന ഈ പെൺകുട്ടി. പക്ഷേ മാഷെ, ഞങ്ങൾ കാരണമാ സണ്ണി മരിച്ചത്. ഞങ്ങളാ കൊന്നത്. സണ്ണിയെ കൊന്നത് നിങ്ങളല്ല. ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ, നിങ്ങളല്ല. മാഷെ, ചെയ്യാത്ത കൊലക്കുറ്റത്തിൽ നിന്നും ചെയ്യാൻ പോകുന്ന കൊലക്കുറ്റത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഞാൻ ഇതുവരെ തീ തിന്നുകയായിരുന്നു. ഇപ്പോഴെനിക്ക് സമാധാനമായി. തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ എന്നെ മാഷ് വെറുക്കണം. എനിക്കൊരിക്കലും മാപ്പ് തരരുത്. ഞാൻ മാഷ് ചതിച്ചവനാ, കള്ളക്കഥ പറഞ്ഞ് വഞ്ചിച്ചവനാ, മാഷിനെ കൊല്ലാൻ അവസരം നോക്കി നടന്നവനാ. എനിക്കറിയാം, എനിക്ക് തന്നെ നല്ല പോലെ അറിയാം. അവനവനെ തന്നെ തെറ്റിദ്ധരിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ തനി കാട്ടായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. എനിക്കത് മനസ്സിലാകും. അതോർത്ത് താൻ വിഷമിക്കണ്ട. എന്റെ ഫ്രണ്ട്സ് 3 പേരും പോലീസ് കസ്റ്റഡിയിലായി. ഏത് നിമിഷം വേണമെങ്കിലും ഞാനും അകത്താവും. ആ ഗതികേട് കൊണ്ടാ മാഷെ ഞാൻ മാഷിന് നേരെ മാഷെ കൊല്ലാൻ. സാരമില്ല, കരയാതോ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ മായയുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ കണ്ടുപിടിക്കും. അതിന് വഴിയുണ്ട്.